ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇപ്പം എല്ലാവരും ഒന്നടങ്കം എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ എല്ലാവരും വളരെ വേദനയോടുകൂടി ഇന്നും പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ വഴിക്ക് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് എന്തായി അർജുനെ കണ്ടോ, എന്തായി അർജുനെ കിട്ടിയോ, കാരണം അവർ സ്വന്തം മകനെ പോലെ തന്നെ ഭക്ഷണം പോലും കഴിക്കാതെ ഓരോ അമ്മമാർ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് തോന്നുന്നു നമ്മൾ ചാനലുകളൊക്കെ എല്ലാവരും അതെ വീട്ടമ്മമാരും ഒക്കെ ഈ അർജുനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച്, കാരണം ഇത് ഷിരൂർ ഇൻസിഡൻ്റ് ആണ്, ആ ഒരു ബോഡി കിട്ടിയിട്ടില്ല ഇനിയും. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാറേ, തരണം ചെയ്യാൻ? ഇത് തീർച്ചയായിട്ടും വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ്. സത്യത്തിൽ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയും മറ്റ് മീഡിയാസിലൂടെയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. എന്നിട്ട് പോലും നമ്മളായിട്ട് അത്ര ക്ലോസ് ഒരു സർക്കിളിലുള്ള ആളല്ലെങ്കിൽ പോലും നമുക്ക് ആ ഫീലിംഗ്, നമ്മൾ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ വീണ്ടും കൈവിട്ടു പോവില്ല. എസ്പെഷ്യലി വേണ്ടപ്പെട്ട ആളുകൾക്ക് സ്വന്തം പ്രസവിച്ച അമ്മ അല്ലെങ്കിൽ അവരെ ഒറ്റുനോക്കിയ കൊണ്ട് നടന്ന അച്ഛനൊന്നും അല്ലെങ്കിൽ ബ്രദേഴ്സിന് സിബ്ലിങ്സിനൊന്നും അവർ പെട്ടെന്ന് അങ്ങ് മനസ്സിന് വിടില്ല. കാരണം ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണ്. ഒരു അസുഖമായിട്ട് കിടക്കുന്ന ആളോ എന്തെങ്കിലും ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അവരുടെ പ്രതീക്ഷ ഗ്രാജുവലി നമുക്ക് കുറച്ചിങ്ങനെ ഡിമിനിഷ് ആവും. ഇതങ്ങനെയല്ല, ആക്റ്റീവായിട്ടുള്ള ആൾ ജോലി ചെയ്ത് വീട്ടിൻ്റെ കാര്യങ്ങൾ കൊണ്ടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇയാളെ ബോഡി, ഇനിയിപ്പോൾ ഇയാളെ ബോഡിയാണോ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ, അങ്ങനെയും കുറേ മിറാക്കിൾസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത്ര ദിവസങ്ങളൊക്കെ നിന്നിട്ട് നമുക്ക് കണ്ടല്ലോ പിന്നെ വനമേഖലയിൽ 2 കുട്ടികൾ രക്ഷപ്പെട്ടതൊക്കെ കുറച്ച് മുമ്പ് കഴിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ എന്തോ രക്ഷപ്പെട്ട 2 കുട്ടികൾ കാട്ടിലൂടെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ചില ഹോപ്പുകൾ നമ്മളെ മനസ്സിൽ കിടക്കുമ്പോൾ, ഇതൊക്കെ നമ്മളെ ഉത്ബോധ മനസ്സിലെവിടെയെങ്കിലും തട്ടി നിൽക്കുമ്പോൾ നമുക്ക് ആ പ്രതീക്ഷകൾ പിന്നെയുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോൾ സ്വന്തപ്പെട്ടവർക്ക് സ്വാഭാവികമായിട്ടും അത് ഇനിയും വരും എന്നുള്ളത്. ഇത് ഞാൻ തന്നെ പത്രത്തിലൊക്കെ വായിക്കേണ്ടായി. പല അവർ സെർച്ചിങ് നടത്തുമ്പോഴൊക്കെ ഇവൻ്റെ ഫോണ് ആദ്യം 1-2 ദിവസം റേഞ്ചിൽ കിട്ടി, അത് ഓണായിരുന്നു, പിന്നെ സ്വിച്ച് ഓഫായി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ പ്രതീക്ഷകൾ ചിലപ്പോൾ അതിലത്ര വാസ്തവം ഉണ്ടാവില്ല, ചിലപ്പോൾ അവരെ തോന്നലിന് വന്നതായിരിക്കാം ഒരുപക്ഷെ. ഇപ്പോൾ എനിക്ക് ഒരു റിങ്ങിങ് സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിങ്ങിങ് സൗണ്ട് ഇല്ലാതെയും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ അത്ര സെൻസിറ്റീവ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെൻ്റൽ കണ്ടീഷൻസൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്നാലും നമ്മൾ വായിക്കുന്ന നമുക്ക് പോലും അതിൽ ചെറിയൊരു ഹോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ റേഞ്ച് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഒരു AC ക്യാബിനാണ് അത് അയാൾ ഡ്രൈവർ ഇരിക്കുന്നത്, അയാൾ ചിലപ്പോൾ വണ്ടി ഓൺ ആയിരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ചിലപ്പോൾ ആ ഭാഗം അത്രയും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സാധനം ചിലപ്പോൾ ഒന്ന് ഡാമേജ് ചെയ്യാതെ ഐസൊലേറ്റ് ആവാതെ എവിടെയെങ്കിലും കിടന്നപ്പോൾ അതിൽ അയാൾ സേഫായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ചില സമയത്ത് അതേസമയം നമ്മളെ മൈൻഡിൽ തന്നെ പിടിച്ചു വലിക്കും. ഇപ്പോൾ ഈ വണ്ടി ഓണായത് ഈ മണ്ണും വെള്ളവും എല്ലാം കൂടി ചേരുമ്പോൾ അതൊക്കെ ഷോർട്ടായിട്ട് ചിലപ്പോൾ അതൊക്കെ ബെഞ്ചിനൊക്കെ ഓഫായിട്ടുണ്ടാവും. അപ്പോൾ ചത്തു പോവും, ആളറിയാതെ തന്നെ ശ്വാസം സഫോക്കേഷൻ ഉണ്ടായിട്ട് കൂടുതൽ മരിച്ചു പോകാനുള്ള ചാൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾ ഭയങ്കര ഒരു കാര്യമാണ്. ഇപ്പോൾ മരണമാണ് സംഭവിച്ചതെങ്കിലും ആ ബോഡി കിട്ടിയതിന് ശേഷം അതിൻ്റെ ശുശ്രൂഷ കർമ്മങ്ങൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ദൈവവിധിക്ക് അവൻ വിധേയനായി അങ്ങനെ വിളി കേട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മൾ സമാധാനത്തിലേക്കും അത് മറന്നൊക്കെ പോകും. പക്ഷേ ഇത് കിട്ടാതെ വരുന്നൊരവസ്ഥ അതിലപ്പുറം പെയിൻഫുള്ളായിട്ട് സംഭവമാണ്. ഇപ്പോൾ ഒരു മരണ വീടിന് നമ്മളൊക്കെ സാധാരണ പറയും മരിച്ചു കഴിഞ്ഞാൽ അധികം ഇങ്ങനെ ബോഡി വെച്ചിരിക്കുന്നത് ഭയങ്കര ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഒന്ന്, ബോഡിയിൽ തന്നെ കുറേ ഡാമേജ് ഉണ്ടാകും. ബോഡി തന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉറുമ്പ് വരലും അരിക്കലും ദ്രവിക്കലും ഒക്കെ തുടങ്ങും, സ്മെല്ലിങ്ങും പരിപാടിയൊക്കെ തുടങ്ങും. അപ്പോൾ ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ വരാൻ 2-3 ദിവസം വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറിബിൾ കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ നോർമൽ ഫിനോമിനൊക്കെ വിട്ടുകൊടുക്കാൻ. പിന്നെ മാത്രമല്ല നമ്മളെ കുടുംബാംഗങ്ങൾ മുഴുവൻ, ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ 2-3 ദിവസം സഫർ ചെയ്തിട്ട് ഒരു മര്യാദയ്ക്ക് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഒന്നുമില്ലാതെ ഡെയിലി റുട്ടീനൊക്കെ ഒരു ഡിസോർഡർ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാം ഒരു പെയിൻഫുള്ളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഈ കുട്ടീൻ്റെയും ഇയാളുടെയും വീട്ടിലിപ്പോൾ അവസ്ഥ. ഭാര്യ ആയിക്കോട്ടെ, പിന്നെ അമ്മ അച്ഛനായിക്കോട്ടെ, അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു പ്രതീക്ഷയും വെച്ചിട്ട്. അതെ, ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ ഒരു ജോയ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ബോഡി കിട്ടിയത്. ഒരു ക്ലീനിങ്
അഴുക്ക് ചാലിലവിടെ വീണിട്ട് കാണാതായി എന്നൊക്കെ പറഞ്ഞു. അയാളെ ബോഡി കിട്ടിയോട് കൂടിയിട്ടാണ് പിന്നെ കുറേ ദൂരത്താണ് കിട്ടിയെങ്കിലും അത് പിന്നെ അതിൻ്റെ അങ്ങനെ കഴിഞ്ഞു. ഇനി അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് മറവി നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. ആ മറവി ഒരു അനുഗ്രഹമാണെന്നാണ് പറയാറ്. കാരണം മറവി ഇല്ലെങ്കിലുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിതിങ്ങനെ തേട്ടിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളും. അപ്പോൾ അത്തരം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ഈ ഫാമിലി എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും. കുട്ടിയൊക്കെ തന്ന ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്കത് റിയലൈസ് ചെയ്യാൻ കഴിയണില്ല. പക്ഷേ ബാക്കിയുള്ള മുതിർന്നവരെല്ലാവരും ഭാര്യയാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും സിബ്ലിങ്സൊക്കെ എല്ലാവരും ശരിക്കും സഫർ ചെയ്യുന്നുണ്ടാവും. അതൊരു ഭയങ്കര ഒരു പെത്തറ്റിക് കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഏതൊരാൾക്കും അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. എന്നാൽ ചില വ്യക്തിത്വങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ സംസാരത്തിലൂടെയൊക്കെ അതിങ്ങനെ പറഞ്ഞ് ആ വെൻറ്റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഫീലിങ്സ് അങ്ങ് തീർക്കും. ചില ആളുകളിൽ അത് തേട്ടിയിരിക്കും. ആ തേട്ടിയിരിക്കുമ്പോൾ പിന്നെ അത് പല ഡിസോർഡറൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇപ്പോഴല്ല കുറച്ച് ലേറ്ററായിട്ടൊക്കെ വരാം. എന്താണെങ്കിലും അത് നല്ലതിൽ സമാപ്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ അത് അനുഭവിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെല്ലാവരും തന്നെ അർജുൻ്റെ ആ ഒരു ബോഡി ഇനിയും ലഭിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ആ ഒരു വേവലാതിയിൽ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മറ്റ് വിവരങ്ങൾക്കായി. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി വളരെ എല്ലാം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ എഴുതി കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഡോക്ടർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.